എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവരുടെയും സഹകരണത്തിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. നമ്മളുടെ ഓണം പ്രോഗ്രാം അതിഗംഭീരമായി ആഘോഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം. കളരിപ്പണിക്കർ കളരിക്കുറിപ്പ് വെൽഫെയർ അസോസിയേഷന് വേണ്ടി കുറച്ച് വർഷം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അതിന് അതിയായ സന്തോഷമുണ്ട്. എന്നാലാവും വിധം നല്ലത് അസോസിയേഷന് വേണ്ടി നൽകാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കാലയളവിൽ നിങ്ങൾ തന്ന സ്നേഹാദരങ്ങൾക്കും പിന്തുണയ്ക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ എനിക്ക് നല്ലൊരു മാനേജിംഗ് കമ്മിറ്റിയോടുകൂടി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പരിചയസമ്പന്നനായ ശ്രീ PK സേതുമാധവൻ വലിയ ജ്യേഷ്ഠൻ്റെ സ്ഥാനമാണ്. നമ്മുടെ എല്ലാം സേതുവേട്ടൻ, അദ്ദേഹത്തിൻ്റെ ശാസനയും ഉപദേശങ്ങളും നമ്മുടെ അസോസിയേഷന് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട്. പ്രത്യേകം ദീപേഷ് ദിവാകരനെ പറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിനെ എത്ര പ്രശംസിച്ചാലും കഴിയില്ല, മതിയാവില്ല എന്നുള്ളതാണ് സത്യം. കണക്കിൻ്റെ കാര്യത്തിൽ ഇത്രയും കൃത്യനിഷ്ഠയുള്ള ഒരു വ്യക്തി, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് കൂടിയാണ്. കൂടാതെ വൈസ് പ്രസിഡന്റ് മോഹൻ, ഡോക്ടർ സുരേഷ് ജനറൽ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി സദാശിവൻ, ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ടുള്ള സതീഷ് ബാബു, അനിൽ, സ്പർശ ഇവിടെയില്ല, അതുപോലെ മേഘ എന്നിവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മളുടെ അസോസിയേഷനിൽ ഒരുപാട് മെമ്പേഴ്സുണ്ട്. കുറേ ആളുകൾ മുമ്പോട്ട് ദേ ഹാവ് ടു കം ഫോർവേഡ് ടു മേക്ക് ദിസ് അസോസിയേഷൻ വെരി സ്ട്രോങ്. ഇറ്റ് ഈസ് മൈ സിൻസിയർ റിക്വസ്റ്റ്. ഒരു ചെറിയൊരു ശ്ലോകമുണ്ട്, അതായത് അസ്ഥിരം ജീവിതം ലോകേ അസ്ഥിരം ധനയൗവനം അസ്ഥിരം പുത്രഭാര്യാദി ധർമ്മം കീർത്തിം ദ്വയം സ്ഥിരം. അതായത് അസ്ഥിരം ജീവിതം ലോകേ, നമ്മളാരും ലോകത്തിൽ തുടർന്ന് ജീവിക്കാൻ പോകുന്നില്ല. അസ്ഥിരം ധനയൗവനം, ധനവും യൗവനം അതും മാറിക്കൊണ്ടേയിരിക്കും. അസ്ഥിരം പുത്രഭാര്യാദി, നമ്മുടെ ഭാര്യാസന്താനങ്ങൾ അവർക്കും ഒരു സമയത്ത് ലോകം വിട്ടു പോകേണ്ടതാണ്. പിന്നെ എന്താണ് സ്ഥിരം? ധർമ്മം കീർത്തിം ദ്വയം സ്ഥിരം. അതായത് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ഒക്കെയാണ്. അത് എന്നും നമ്മുടെ കാലശേഷവും പിൻഗാമികൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ആയതുകൊണ്ട് എല്ലാവരുടെ സഹകരണത്തോടെ, പരിഭവങ്ങളൊന്നുമില്ലാതെ, ദേഷ്യങ്ങളില്ലാതെ, സന്തോഷത്തോടെ മാത്രം നമ്മളെല്ലാവരും സഹകരിച്ച് ജീവിക്കണം. അനിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി, ആദ്യം അനിൽ ഇവരെല്ലാവരും നന്നായിട്ട് പ്രവർത്തിച്ചു. മിഥുൻ, അവരുടെയും അദ്ദേഹത്തിൻ്റെയും പേര് വിട്ടു ഞാൻ, ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയ മാനേജിംഗ് കമ്മിറ്റി വരികയാണ്. ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വരാം. നോമിനേഷൻ വന്നിട്ടുള്ളതാണ്. അതിൽ പ്രസിഡൻ്റായിട്ട് VK മോഹൻ, വയലോങ്ങര കളരി. നമ്മളൊന്ന് മാറി നിൽക്കാം, കുറച്ച് ആൾക്കാർ. പുതിയ കമ്മിറ്റിക്ക് രൂപം കൊള്ളുകയാണ്. നോമിനേഷൻ കിട്ടിയതനുസരിച്ച് പ്രസിഡൻ്റായിട്ട് VK മോഹൻ, വയലോങ്ങര കളരി. വൈസ് പ്രസിഡൻറ്റ് കടുങ്ങോട് കളരി KB മധു. ജനറൽ സെക്രട്ടറി ആയിട്ട് PK സിദ്ധാർത്ഥ്, പടുമണ്ണ് കളരി. സെക്രട്ടറി ആയിട്ട് ശ്രീജിത്ത് കൂട്ടിൽ കളരി. ട്രഷററായിട്ട് ബിജു KS ചുണ്ടൽ കളരി.
ജോയിൻറ്റ് സെക്രട്ടറിമാരായിട്ട് സതീഷ്, സുധിലാൽ, ഇ കെ മധു, അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല, മിഥുൻ, യൂത്ത് വിങ്ങിലേക്കായിട്ട് വിഷ്ണു പ്രസാദ് ഉമ്മനഴി കളരി, അദ്ദേഹത്തിനും വരാൻ കഴിഞ്ഞിട്ടില്ല. അതെ അല്ല, മഹിളാ വിങ് വിദ്യ ഗോകുൽ. ഇതാണ് നമ്മുടെ പുതിയ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ്. എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാവണം. ഇതിൽ കൂടുതൽ ജനങ്ങൾ ഈ ഓഡിറ്റോറിയം നിറയണം. ഇനിയും പുതിയ മെമ്പേഴ്സ് ഒരുപാടുണ്ട്. എല്ലാവരും ചേർന്ന് നമ്മൾ സഹകരിച്ച് ഈ സംഘടന വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവരുടെ മനസ്സിലുണ്ടാവണം. എല്ലാവരും സഹകരിക്കുക. നന്ദി, നമസ്കാരം. നമ്മളുടെ ഒരു സാമുദായിക സംഘടനയാണ്. അപ്പം എല്ലാവർക്കും അവസരം കൊടുക്കണം. എല്ലാവരുടെയും പെർഫോമൻസും സംഘടനയെ വളർത്താൻ വേണ്ടി എല്ലാവരും പ്രയത്നിക്കണം. ഇത് വെറും സേതുവേട്ടനും നന്ദേട്ടനും സുരേഷും അല്ലെങ്കിൽ എന്താ പറയുക, അതുകൊണ്ട് കാര്യമായില്ല. അപ്പോൾ എല്ലാവരും മുന്നോട്ട് വരണം. ഇത് 2 വർഷം കൂടുമ്പോൾ എല്ലാവരും പുതിയ ആളുകൾ വരണം, പുതിയ ഐഡിയാസ് വരണം, പുതിയ പരിവർത്തനങ്ങൾ വരുത്തണം, പുതിയ പ്ലാനിങ് ഉണ്ടാവണം, പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാവണം, പുതിയ പ്രോഗ്രാംസ് ഉണ്ടാവണം. അപ്പോൾ അതിനെല്ലാവരും കൂടി സഹകരിക്കുക. കാരണം ഞാൻ തന്നെയാണ് പറഞ്ഞത്, കാരണം എനിക്ക് ചില പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് പുതിയ ആൾക്കാർ വരണം, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഞാൻ എല്ലാ ആശംസകളും പുതിയ കമ്മിറ്റിക്ക് നേരുന്നു. എല്ലാവരുടെയും സഹകരണവും സഹായവും എല്ലാം പുതിയ എല്ലാ കമ്മിറ്റികൾക്കും ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് 2 വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. മോഹൻ, സിദൻ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, ബിഗ് താങ്ക്സ് ഫ്രം ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ടീം. 2-3 പേര് ഇവിടെ ഇല്ല. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ സേതുവേട്ടൻ, നന്ദേട്ടൻ, പഴയ കമ്മിറ്റി ചെയ്തിട്ടുള്ള വളരെ നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ വലിയൊരു ബാധ്യതയാണ്. അത് മാത്രമല്ല, അത് വളരെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. സോ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. അത് ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് മാത്രമല്ല, ഗോയിങ് ഫോർവേഡ്, വൺ ഓഫ് ദി തിങ്സ്, ഈ കമ്മിറ്റിയുടെ റിച്ച് എക്സ്പീരിയൻസ് അവരെല്ലാം, ഇപ്പോൾ സേതുവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 സംഘടനകളുടെ തലപ്പത്തിരിക്കുന്നൊരു മനുഷ്യനാണ്. കൈരളി, അതുപോലെ പല സംഘടനകളും. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ റിച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഇനിയും വേണം. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മിറ്റി ഒരു അഡ്വൈസറി കമ്മിറ്റി ആയിട്ട് അവിടെ നിൽക്കണം, പോകുന്നില്ല. അത് നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. പിന്നെ ഗോയിങ് ഫോർവേഡ്, ഇവിടെ എല്ലാവരും ദർ ഇസ് എ യങ് ടീം, എല്ലാവരും നല്ല എന്തൂസിയാസ്റ്റിക് ആണ്. അപ്പോൾ എല്ലാവർക്കും പല ഐഡിയാസും ഉണ്ട്. ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ പ്രോഗ്രസ് എന്നുള്ളത്. ഓക്കെ, മോഹനേട്ടൻ കംസ് വിത്ത് എ ലോട്ട് ഓഫ് റിച്ച് എക്സ്പീരിയൻസ് ഫ്രം ഗവൺമെൻറ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഓൾ. നോക്കാം നമുക്ക്. ഓക്കെ, എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി ആർക്കെങ്കിലും സംസാരിക്കാൻ ശ്രീധരൻ വാക്ക്. എനിക്ക് പറയാനുള്ളത്, I first of all thank our team, Sedathan team. Really, it was a wonderful team. We really Sedathan, Nandan, and all others, Babu, all people have worked very hard throughout the day. Lot of meetings, lot of discussions, and they did a really commendable job. Hats off to you. And you are given the baton to me and my new team. We would definitely take it forward further. And we seek your advice and guidance should be there always. And ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും സഹകരണം വേണ്ടിവരും. എല്ലാവരും വരുന്ന പ്രോഗ്രാമിൽ നിറഞ്ഞു നിൽക്കണം. എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം. ശ്രീ പി കെ സേതുമാധവൻ, പ്രസിഡന്റ് KKPPWA, VK മോഹൻ, വൈസ് പ്രസിഡന്റ്, ശ്രീ നന്ദകുമാർ, ജനറൽ സെക്രട്ടറി,
Deepesh Divakaran, Treasurer, Sri Anil Kumar, Joint Treasurer, Sadish Babu, Joint Secretary, Sadashivam, Joint Secretary, Midun Kalarikal, Technical Advisor, Sparsha Anub in absentia, വേദിയിലിരിക്കുന്ന ബന്ധുമിത്രാദികളെ, KKPPA, KKWA അംഗങ്ങളെ, വളരെ ഗംഭീരമായ ഒരു ഓണാഘോഷം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതൊരു ഓണാഘോഷം എന്നതിലുപരി ഒരു കുടുംബ സംഗമത്തിൻ്റെ സ്നേഹവും ചൂടുമുള്ള ഒരു ഈവൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ എല്ലാവരും അടുത്തറിയാനും കഴിഞ്ഞ ഓണം മുതൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ചടങ്ങ് പോലെ എനിക്ക് തോന്നി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഓണാഘോഷത്തിന് മാത്രമാണോ ഈ അസോസിയേഷൻ എന്ന്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇതിനു വേണ്ടി മാത്രമായാലും കുഴപ്പമില്ല. ബിക്കോസ് സച്ച് എ വൈബ്രൻറ്റ് ഇവൻറ്റ്, ലോട്ട് ഓഫ് പീപ്പിൾ എക്സിബിറ്റിംഗ് ദെയർ ടാലൻസ് ആൻഡ് വി ആർ മീറ്റിംഗ് ടുഗദർ, ഹാവിങ് ഓണസദ്യ ടുഗദർ. സോ ദിസ് ഇസ് എ വണ്ടർഫുൾ ഇവൻറ്റ്. ഇതുപോലൊരു ഓണാഘോഷം ഇത്രയും വലിയൊരു സ്കെയിലിൽ നടത്തണമെങ്കിൽ അത് നിസ്സാര കാര്യമല്ല. ഇവിടെയുള്ള എല്ലാവർക്കും അവരുടെ ജോലി ഉത്തരവാദിത്തങ്ങളും പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വെച്ചുകൊണ്ട് ഇതിന് മുന്നിട്ട് ഇറങ്ങി ഇത് ഇത്രയും സക്സസ്ഫുൾ ആയി എന്നുള്ളത് തന്നെ ഒരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത് ശ്രീ VK മോഹൻ, നമ്മളുടെ വൈസ് പ്രസിഡൻറ്റ്, പിന്നെ ഗോപിയേട്ടൻ, സിദ്ധാർത്ഥ്, അജിത്, മിഥുൻ, അവർ ടെക്നിക്കൽ അഡ്വൈസർ, ഏത് സമയത്തും നമുക്ക് എന്ത് ഹെൽപ്പിനും വിളിക്കാവുന്ന ഒരു വ്യക്തിയാണ്. ദീപേഷ് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ആഘോഷത്തിൽ യാതൊരു കുറവുമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയത്നിക്കുകയുണ്ടായി. ആൻഡ് ഉമ്മിനഴി പ്രബേട്ടൻ ഇന്നലെ വൈകുന്നേരം മുതൽ ഈ ഹാളിലെ എല്ലാ അലങ്കാര പണികൾക്കും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അത് വളരെ ആരോ പറഞ്ഞു ഈ പ്രായത്തിലും അദ്ദേഹം ആ സ്റ്റൂളിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്നുകൊണ്ട് ഇവിടെ ഡെക്കറേഷൻസ് എല്ലാം ചെയ്തു. സോ ദാറ്റ്സ് വി ഷുഡ് റിയലി അപ്രീഷിയേറ്റ് സച്ച് പീപ്പിൾ. അതുകൂടാതെ കൃഷ്ണദാസ് ഏട്ടൻ, വിഷ്ണു പ്രസാദ്, സതീഷ് ബാബു, അനിൽ, മേഘ, ശരൺ, ഇവരോടെല്ലാം ഈ അവസരത്തിൽ ഈ MCMൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഓരോ അംഗങ്ങളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുകൂടാതെ ഈ ഓണാഘോഷം അതിഗംഭീരമാക്കാൻ സഹായിച്ച കുറേ വളണ്ടിയേഴ്സ് ഉണ്ട്. ശ്യാമ, വിദ്യ, പ്രജിഷ, ബിന്ദു, ജ്യോതി, രാജേഷ്, രഞ്ജിത, ഐശ്വര്യ. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതൊരു വലിയൊരു സംഭവമായി മാറ്റുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണ ഘടകം ഇന്നത്തെ ഓർക്കസ്ട്ര ആയിരുന്നു. ആ ഓർക്കസ്ട്രയ്ക്ക് വേണ്ടി എല്ലാ വർഷവും നമ്മളോട് സഹകരിക്കുന്ന ശ്രീ സിദ്ധാർത്ഥ്, പ്രസാദ്, അജിത്, അവരുടെ മകൻ കണ്ണൻ, ഐ ഡോണ്ട് നോ ഹിസ് എക്സാക്ട് നെയിം, ഗോപിയേട്ടൻ, as always an encouraging person, and all other singers, they did a wonderful job. പിന്നെ we should thank the people who did the infrastructure for us. Auditorium Sri Dinesh, sound and lighting Mr. Jimmy, and വളരെ രുചികരമായി നമുക്ക് എല്ലാവർക്കും ഓണസദ്യ വിളമ്പിയ ഉദയൻ ചേട്ടൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി MCMൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും KKPPWA അംഗങ്ങളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ചെറിയ അഡീഷൻ, ഇത് നമ്മളെന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമ്മളോട് വളരെ അടുപ്പമുള്ളവരെയാണ് വിട്ടുപോവുക. നമ്മളെല്ലാവരെയും ഓർത്തിരിക്കും, പക്ഷേ ഇതിന് വേണ്ടിയിട്ട് അതായത് നിങ്ങൾക്കൊന്നും ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സേതുവേട്ടനെ പോലെയുള്ള ഒരാളെയും നന്ദേട്ടനെ പോലെയുള്ള ഒരാളെയും അവരെത്രമാത്രം ഇതിൽ ശ്രമിച്ചു എന്നുള്ളത് പ്രത്യേകിച്ച് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് നമ്മളൊക്കെ ഈ ഓണാഘോഷങ്ങൾക്ക് ഉള്ള പ്രിപ്പറേഷൻസ് നിന്ന് ഉറങ്ങിപ്പോകുന്ന സമയത്ത് രാത്രിയും പകലും ഇല്ലാതെ ഫോൺ കോൾ വന്നുകൊണ്ടിരിക്കും ഈ രണ്ട് പേരുടെയും. ഇവരാണ് നമ്മളെപ്പോഴും ഡിസ്റ്റർബ് ചെയ്തിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ആ ഫോൺ കോളുകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അവരുടെ ആ റിമൈൻഡേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓണാഘോഷം സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം, നമ്മുടെ അസോസിയേഷൻ ഹാസ് ഓൾസോ റെക്കഗ്നൈസ്ഡ് ആർ ചിൽഡ്രൻ ഹു ഹാവ് ഔട്ട് പെർഫോംഡ് ഇൻ ദിയർ 10th and 12th.
വി ഹാവ് എ ലോട്ട് ഓഫ് നോമിനേഷൻ, എല്ലാവരും ഒരേപോലെയാണ്, മാർക്സിലൊരു വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. സോ വി ജസ്റ്റ് giving with our heart to them so that they get motivated. For 10th, we have Haripriya S. Kallepulli Kalarikil, Palakkad. She has secured 98.24% in her 10th. Please give her a big round of applause. She is daughter of Sadashivam and Deepa Sadashivam. By the time she reaches on the stage, we would like to definitely recognize Avantika Anil. She has secured 91.50%, Anaga Panikar 83%, and Anirudh R. Panikar 93.16% in their 10th. Divichechi Veru. See, she have a midterm test is there on Tuesday. She's preparing for that. She's not able to come to here. Because of her, we are parents, we are taking. I think her backbone is here, so. Yeah. Thank you so much for the support for the associations and encouraging like these kids. It will be more motivate to each and every kids to study more and more and get good achievements. Thank you so much. Thank you, Etta.